ദേവലോകത്തേക്കുള്ള ചുരമാണ് ലഡാക്ക്. സിയാച്ചിൻ മഞ്ഞുമലകൾ മുതൽ കാരക്കോറം ഗിരിനിരകൾ വരെ നീണ്ട് ഭൂമിയിലേക്ക് സ്വർഗമിടിഞ്ഞു വീണിടം. ദേവഗന്ധർവന്മാരും യക്ഷകിന്നരന്മാരും വാഴുന്നിടം. ഈ യാത്ര ലേയിലേക്കാണ്, ലഡാക്കിന്റെ ആസ്ഥാനത്തേക്ക്. ഡൽഹിയിൽ നിന്നും ലേയിലേക്കുള്ള യാത്ര കരമാർഗമോ വ്യോമമാർഗമോ ആകാം. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഡൽഹി, കർണാൽ, മാണ്ഡി, മണാലി, ജിസ്പ, റോത്തങ് പാസ്, സർച്ചു, തങ്ക്ലാങ്ല വഴി ലേയിലെത്താം. അതല്ല, അത്ര സാഹസികരല്ലാത്തവർക്ക് ഡൽഹിയിൽ നിന്നും ശ്രീനഗർ, അവിടെ നിന്ന് സോൻമാർഗ്, ദ്രാസ്, കാർഗിൽ വഴിയും ലേയിലെത്താം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ആകാശമാർഗവും ഇവിടേക്കെത്താം. ആകാശയാത്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. സമതലങ്ങളിൽ നിന്ന് 3500 മീറ്റർ ഉയരത്തിലേക്ക് പൊടുന്നനെ പറന്നെത്തുമ്പോൾ ശരീരം ഗുരുത്വാകർഷണ ഭേദത്തോട് പിണങ്ങി നിൽക്കും. പ്രാണവായുവിൻ്റെ അഭാവം കാരണം ശ്വാസം കിട്ടാതെ നമ്മൾ വിഷമിക്കും, നെഞ്ചിടിപ്പ് കൂടും. ഹിമവാന്റെ നെറുകയിലാണെന്ന അഭിമാനബോധം ഈ ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകും. ഹിമാലയത്തിന്റെ മൂർധാവ് കണ്ട് സൻസ്കാർ ഗിരിശൃംഗങ്ങൾക്ക് മുകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. താഴെ ഹാംഗ്രൂ ലൂപ്സ് എന്ന കാർഗിലിലെ പാത, സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായ സിന്ധു നദീതടത്തിന് മുകളിലൂടെ നെമോയിക്ക് തെക്കുമാറി സൻസാർ നദിയുടെ വെള്ളിരേഖ കടന്ന് വിമാനം പറക്കുമ്പോൾ മുല്ലപ്പൂ ചൂടിയ പോലെ മഞ്ഞു തൂവിയ ഹിമവൽ ശൃംഗങ്ങൾ ആദ്യം കണ്ണിൽപ്പെടുമ്പോൾ ഒരു മാത്ര ഹൃദയം നിലച്ചുപോകും. അത്ര ചേതോഹരമാണ് ഹിമവൽ ദർശനം. 3500 മീറ്റർ ഉയരെ ലേയിലേക്കെത്തുമ്പോൾ വെല്ലുവിളികൾ രണ്ടാണ്. ഒന്ന്, പ്രാണവായുവിന്റെ ദൗർലഭ്യം. 2, ഹൈ ആൾട്ടിറ്റ്യൂഡ് അസ്കിതകൾ. ലേയിൽ ചെന്നാൽ ആദ്യത്തെ 1.5 ദിവസം ആയാസപ്പെടാൻ പാടില്ല. അക്ലൈമറ്റൈസേഷൻ അഥവാ കാലാവസ്ഥയും ഭൂപ്രദേശവുമായി ശരീരത്തെ സമരസപ്പെടുത്തുക. നടക്കരുത്, നടന്നാൽ കൈ വീശരുത്, അത്ര പോലും ആയാസം പാടില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ 36 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകളുടെ വിസ്മയങ്ങളിലേക്ക് ഇറങ്ങാം. ലഡാക്ക് ഭൗമശാസ്ത്രപരമായും സാംസ്കാരികമായും ഭൗതികമായും വിഭിന്നമായ പ്രദേശമാണ്. ഹിമവൽ നെറുകയിൽ ഗിരിശൃംഗങ്ങൾ നാലുപാടും കാവലാളായുള്ള വിചിത്രഭൂമി. പടിഞ്ഞാറേ അതിരിന് ടിബറ്റൻ പീഠഭൂമി അതിരിടുന്ന ഹിമാലയം. താഴെ ശിവാലി കുന്നുകൾ. ഒരു വശത്ത് ഗംഗാ സമതലത്തിന്റെ ഭാഗമായ ധൗരന്ദർ, പിർപ്പഞ്ചാൽ നിരകൾ. സൻസ്കാർ സുരു പർവ്വതശൃംഗങ്ങൾ പാങ്കോങ് തടാകത്തിന് അതിരിട്ട് കൈലാസം വരെ നീണ്ടുകിടക്കുന്നു. ലേ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന്റെ ആസ്ഥാനമാണ്. സിന്ധു നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന ലേ സമുദ്രനിരപ്പിൽ നിന്നും 3500 മീറ്റർ ഉയരത്തിലാണ്. നാട്ടുകാഴ്ചകളുടെ നേർവഴി നമ്മെക്കൊണ്ടെത്തിക്കുന്നത് ശാന്തി സ്തൂപത്തിലേക്കാണ്. ലേയിലെ ശാന്തി സ്തൂപം 1983 നിർമ്മാണം തുടങ്ങി 1991 ദലൈലാമ ഉദ്ഘാടനം ചെയ്തു. 2 തലങ്ങളായാണ് ശാന്തി സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തലത്തിൽ ഇരുവശത്തും മാനുകൾ കാവൽ നിൽക്കുന്ന ധർമ്മചക്രം. രണ്ടാമത്തെ തലത്തിൽ ധ്യാനനിരതനായ ബുദ്ധൻ. ശാന്തി സ്തൂപത്തിൽ നിന്നാൽ പർവ്വതത്തിന്റെ മടിത്തട്ടിലുള്ള ലേ നഗരത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. അകലെ വളപ്പൊട്ടുപോലെ ചങ്സ്പ, നംഗ്യാൽ സമോ എന്നീ ഗ്രാമങ്ങളും. ലേയിൽ നിന്ന് കാർഗിലിലേക്കുള്ള വഴിയിൽ 4 കിലോമീറ്റർ ചെന്നാൽ ഹാൾ ഓഫ് ഫെയിം തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ വീരരക്തസാക്ഷികളായ ധീര ജവാന്മാർക്കുള്ള സ്മാരകമാണ് ഹാൾ ഓഫ് ഫെയിം. സ്ഥിരം പട്ടാള മ്യൂസിയങ്ങളുടെ ചിട്ടവട്ടങ്ങളിൽ യുദ്ധത്തിന്റെ തിരുശേഷിപ്പുകൾ കാഴ്ചവസ്തുക്കളായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന് തോന്നിക്കുന്ന ആകാശത്തെ താങ്ങി നിർത്തുന്ന കുന്നുകൾ, മഞ്ഞു തൊപ്പിയണിഞ്ഞ ഹിമവൽ ശൃംഗങ്ങൾ, താഴ്വാരങ്ങളിൽ കൂണു പൊടിച്ചു വരുന്നതുപോലെ വീടുകൾ, അവയ്ക്കിടയിൽ നാണം ചൂടിയ മരങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നാശോന്മുഖമാകാനിടയുള്ള ലോകത്തെ 100 പ്രദേശങ്ങളിൽ ഒന്നാണ് ലേ.
മഞ്ഞുമലകളെ മുറിപ്പെടുത്തുന്ന തലതിരിഞ്ഞ വികസനവും വനനശീകരണവും കാലം തെറ്റുന്ന കാലാവസ്ഥയും ലേയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു.